കുറച്ച് ജീവനുള്ള ഞണ്ട് കിട്ടിയിട്ടുണ്ട്. ഇതിനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇത് നന്നായിട്ട് ഇതിൻ്റെ അപ്പുറത്തൊക്കെ പായലൊക്കെ ഉണ്ടാവും. അതെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് നമുക്ക് ആവി കയറ്റിയാണ് ഇന്ന് നമ്മൾ ഇതിനെ ക്ലീൻ ചെയ്ത് എടുക്കുന്നതിന് മുമ്പ് കൊല്ലുന്നത്. നിങ്ങൾക്ക് ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് കൊല്ലാം. ഒരു തട്ടിക്കൂട്ട് ഞണ്ട് റോസ്റ്റാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. ജീവനുള്ള നമ്മൾ ഒന്ന് ആവി കയറ്റി ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇതെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് കറി വെക്കാൻ തുടങ്ങാം. ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് ഒരു സവാള ഒരു ഷേപ്പും ഇല്ലാത്ത രീതിയിൽ അങ്ങോട്ട് അരിഞ്ഞിടുക. എളുപ്പത്തിൽ ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കുകയാണ്. ഈ സവാള പോലെ തന്നെ അറഞ്ചം പുറഞ്ചം കട്ട് ചെയ്ത ഇഞ്ചി, ഒരു വലിയ പീസ് ഇഞ്ചി, അതുപോലെ തന്നെ ഒരു 10 വെളുത്തുള്ളി, ഒരു 5 പച്ചമുളക് പിളർന്നത്, കറിവേപ്പില, ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി സവാളയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. തീ നല്ല ലോ ഫ്ലെയിമിൽ വെക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഈ പാത്രത്തിൻ്റെയൊക്കെ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഇല്ല, വീട്ടിലില്ല. നമ്മൾ ജോലി സ്ഥലത്തായതുകൊണ്ട് ഉള്ള പാത്രങ്ങളിലാണ് നമ്മൾ ഇപ്പം കറി വെക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഇതിന് ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കുക. ഇവിടെ ഈ ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1.5 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കുക. ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഞണ്ട് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് ഇളക്കി, അരപ്പൊക്കെ എല്ലായിടും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളിക്ക ഉപയോഗിക്കാം. എൻ്റെ അടുക്ക് ഇപ്പോൾ തക്കാളിക്ക ഇല്ല, അതുകൊണ്ട് വിനാഗിരിയാണ് ഉപയോഗിക്കുന്നത്. തട്ടിക്കൂട്ട് ഞണ്ട് കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിത് തീ ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് ഇറക്കാം. നമ്മുടെ തട്ടിക്കൂട്ട് ഞണ്ട് കറി നമ്മൾ പ്ലേറ്റിലോട്ടൊക്കെ മാറ്റിയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഞണ്ട് കറിയാണ്. നിങ്ങളെല്ലാവരും ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കണം. അടുത്തൊരു പുതിയ വിഭവമായിട്ട് വീണ്ടും കാണാം. നന്ദി.